മണിയാശാനെ അറിയാലോ, വൈദ്യുതി മന്ത്രിയാണ്. എന്നാൽ ഏത് പരിപാടിക്ക് വിളിച്ചാലും മൂപ്പർ പോകും. മാത്രവുമല്ല, അവിടെ എത്തിയാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇവിടെ തന്നെ തടിക്കച്ചവടക്കാരുടെ പരിപാടിയാണ്. അവിടെ എത്തിയപ്പോൾ മണിയാശാൻ അവരുടെ കൂടെ കൂടി. അച്യുതാനന്ദൻ സർക്കാർ ഏതാണ്ട് പറഞ്ഞ പരിപാടിയൊന്നും ഇവിടെ നടന്നിട്ടില്ലെന്നും നിങ്ങൾ ആവശ്യത്തിന് മരം മുറിച്ച് കച്ചവടം നടത്തണമെന്നും ആശാൻ പറഞ്ഞു കളഞ്ഞു. വേണമെങ്കിൽ സമരവും നടത്തിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു, എല്ലാം നിയമാനുസൃതമായിട്ട് മതിയെന്ന്. 28 മരം മുറിക്കുന്നതിന് തടസ്സമില്ല. നിയമം പാസാക്കിയത് 2006 VS അച്യുതാനന്ദൻ നടത്തുന്ന ഗവൺമെൻറ്റാണ്. അന്ന് ബിനോയ് വിശ്വ ആയിരുന്നു വകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചത്, പാസാക്കിയത്. 28 മരം കൃഷിക്കാർ വച്ച് പിടിപ്പിച്ചത് വെട്ടാം എന്നാണ്. അത് സർവകക്ഷി യോഗം എല്ലാം കൂടി ചർച്ച ചെയ്തിട്ടാണ് നിയമം കൊണ്ടുവന്നത്. അതിന് തടസ്സം വരുത്തേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പം അതിൻ്റെ തടസ്സം നീക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിപ്പോഴും ശരിയാവുന്നില്ല. തമാശല്ല, ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. എനിക്ക് നേരിട്ടറിയാം. ആ ദേവുളത്തൊരു DFO ഇരിപ്പുണ്ട്, അയാളുടെ മുഖ്യ പ്രതിയായിട്ട്. അയാൾക്ക് ഈ നാടിനോട് ഒരു ബന്ധവുമില്ല. അയാൾ തമിഴ്നാട്ടുകാരനാണ്. ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലെന്ന്. തമാശയോടെയല്ല, ഇവർക്കും അറിയാവുന്ന ഇതല്ല. സംസാരിക്കാൻ നിന്നാൽ പോലും ഇല്ലെന്നാ. അതാണ് പണം. ഇങ്ങനെ തീരുമാനമുണ്ട്. തീരുമാനത്തിൻ്റെ മിനിസിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, മറ്റുള്ളവർക്കെല്ലാം ഉണ്ട്. ഈയിടെയാണ് കോപ്പിയൊക്കെ അയച്ചു കൊടുത്ത്. ശിവരാമസഖാവിനും കിട്ടിക്കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം നടക്കുന്നില്ല. അതുകൊണ്ട് അതിനോട് ചെറുക്കുക എന്നുള്ളതല്ല, വേറെ പണിയൊന്നുമില്ല. തീരുമാനമില്ലാഞ്ഞൊന്നുമല്ല. ഈ മന്ത്രിമാര് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഫോറസ്റ്റിന്റെ, റവന്യൂവിന്റെ എല്ലാ ആളുകളും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. ആ തീരുമാനം നടപ്പിലാക്കുകയില്ല. പിന്നെ എന്താ വഴി? പഴയ വേറെ ഏതോ നിയമമൊക്കെ അവർ പറയുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തന്നെ തയ്യാറാകണം. തടി വ്യാപാരികളായ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സംഘടന നിങ്ങൾ ശക്തിപ്പെടുത്തണം. അന്യായത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. അത്യാവശ്യം പ്രക്ഷോഭവും സമരവും ഒക്കെ ആകാമെന്ന്. അതെന്താ എല്ലാവർക്കും ആകാവോ? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടില്ലേ? നടത്തണമെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിക്കണേ. നികുതിയുടെയൊക്കെ കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങളെല്ലാം പോകണം. അതിനൊക്കെ ആകാവുന്നതാണ്. അതിനൊന്നും ഒരു തടസ്സവുമില്ല. നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ അതിന് ചെയ്യാം. നിവേദനം കൊടുക്കാനൊക്കെ വന്നാൽ ഞാനും കൂടെ മന്ത്രിയുടെ അടുത്ത് വരാനും ഒക്കെ കൂടാം. ഒരു സംഘടന എന്ന നിലയിലല്ലേ വരുന്നത്, ന്യായമല്ലേ? അതിനൊക്കെ കൂടാനും സഹകരിക്കാനും തയ്യാറാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ സമ്മേളനം ഇവിടെ വെച്ച് നടത്തിയതും എനിക്കിത് പങ്കെടുക്കാൻ കഴിഞ്ഞു. എന്നെ ക്ഷണിച്ചു, ഞാൻ പങ്കെടുത്തു. എനിക്ക് സന്തോഷമുണ്ട്. ഇനി മറ്റു സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. എൻ്റെ വീക്ഷണങ്ങളോട് വ്യത്യസ്തത ഉള്ളവരാണ്. ഈ അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലല്ലോ, അടിച്ചേപ്പിയല്ലോ. അഭിപ്രായം പറയാമെന്ന്, ചർച്ച നടക്കട്ടെന്ന്. ചർച്ച നടന്നു കഴിഞ്ഞിട്ടല്ലേ ശരിയും തെറ്റും അറിയിക്കേണ്ടത്. അങ്ങനെ അറിയിക്കണമെന്ന് എൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് നമുക്കൊരു സംഘടിതമായി നിങ്ങൾ നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ മണിയാശാൻ്റെ ചങ്കൂറ്റം കണ്ടല്ലോ. മന്ത്രി അല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറം പറയുമായിരുന്നു ആശാൻ. പണ്ടത്തെ 1, 2, 3 മോഡൽ അല്ലെങ്കിലും CPIക്കാരെ ആശാന് വലിയ ഇഷ്ടമായതുകൊണ്ട് ആ വഴിക്കാണ് ഇനി വല്ലതും പറഞ്ഞാൽ പറയുക. വേദിയിൽ പിന്നെ ബിജിമോൾ MLA ഉള്ളതുകൊണ്ട് ആശാൻ തൽക്കാലം അടങ്ങിയതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.